ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലവ്ലി ടോക്സ്. കശ്മീർ വ്ളോഗ്സ് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. ആക്ച്വലി ഞാൻ നല്ല ടയേർഡാണ്. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഉത്രാടത്തിനാണ് ഇപ്പോൾ യാത്ര പുറപ്പെടുന്നത്. തിരുവോണം ഞാൻ കാശ്മീരിലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ഓണസദ്യ ഇന്നങ്ങ് സെറ്റാക്കി. സദ്യ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓണം നമ്മൾ എവിടെയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഓണസദ്യ മസ്റ്റാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് സദ്യക്കുള്ള പരിപാടികളായിരുന്നു. പിന്നെ പാക്കിങ്, യാത്ര, അതൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നല്ല പോലെ ടയേർഡാണ്. ആ ടയേർഡ്നെസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വൃത്തിയായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാക്കിംഗ് എല്ലാം ഫിനിഷായി. 2:20 നമ്മുടെ ഫ്ലൈറ്റ്. കണക്ഷൻ ഫ്ലൈറ്റാണ്, മുംബൈ ടു ശ്രീനഗർ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ബാക്കി വിശേഷങ്ങൾ കാശ്മീരിൽ എത്തിയതിന് ശേഷം എന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ള കുട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ എടുത്ത് ആഡ് ചെയ്യാൻ കൊള്ളാവുന്ന വിഷ്വൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ എന്തായാലും കാശ്മീരിലെത്തിയതിന് ശേഷമാണ്. അപ്പം എൻ്റെ കാശ്മീർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മുംബൈക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. മുംബൈ ടു ശ്രീനഗർ അങ്ങനെയാണ് ഫ്ലൈറ്റ് ആയിരുന്നത്. സോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ പോയി. പാതിരയ്ക്ക് ഉറക്കമില്ലാതെ കിടന്ന് നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ എത്തിയപാടെ വിശന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു ചോക്കോ ചിപ്സ്, ടീ കേക്കും പിന്നെ ക്യാപിച്ചിനോ എല്ലാം കഴിച്ചു. അത് പിന്നെ ഒരു മസ്റ്റ് കാര്യമാണല്ലോ. അതിനുശേഷം അവിടെ എത്തിയപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ എത്തിയ പാടെ വീണ്ടും വിശന്നു. അപ്പം അവിടെയുള്ളൊരു ചാട്ട് ഷോപ്പിൽ കയറി. എന്താ പറയുക, പിള്ളേരെന്തോ പഞ്ചാബി സമോസയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ധോക്ല ഭയങ്കര ഇഷ്ടമാണ്. ഗുജറാത്തി ഡിഷ് ധോക്ല എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ പിന്നെ എന്താണെങ്കിലും അതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അത് വെറ്റ് ചെയ്തതൊക്കെ കുറച്ച് കുറവായിരുന്നു. എന്നാലും കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആക്ച്വലി അധികം ലേറ്റ് ആവാതെ തന്നെ വന്ന് ബസ്സിലാണ് നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല തിരക്കായിട്ട് All ground personnel, please replane. Requesting all passengers to settle down. ഉണ്ടോ താടി വെച്ച ആള് ഹൈറ്റിലുള്ള ഫസ്റ്റ് നിൽക്കുന്നത് പപ്പേ. ആദ്യം ഊട്ടി പോകുമ്പോൾ നമ്മുടെ ഡ്രൈവർ ജാൻ മുഹമ്മദ് നല്ലൊരു മനുഷ്യനായിരുന്നു. പറയാതിരിക്കാൻ വയ്യ പുള്ളിയുടെ കാര്യം. ആദ്യമായിട്ട് കാശ്മീർ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഗൈസ്. ഇതൊക്കെ കാണാനും മാത്രം അല്ലെങ്കിൽ പറയാനും മാത്രമൊന്നുമില്ല, എന്നാലും ഒരു സന്തോഷം. ഇങ്ങനെ തേങ്ങാക്കൊത്ത് വിൽക്കുന്നവരവിടെ ധാരാളം കാണാം കേട്ടോ. ദാൽ ലേക്കിനോട് ചേർന്ന് തന്നെയായിരുന്നു നമ്മൾ താമസിച്ച ഹോട്ടൽ ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഡ്രൈവർ നമ്മളെ കൊണ്ടുവന്ന ആദ്യത്തെ റെസ്റ്റോറൻ്റാണിത്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആലു പറാത്തയും പിന്നെ
മാഗി, അങ്ങനെ വളരെ സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി കാശ്മീർ മൊത്തം ഭക്ഷണക്കാരൊക്കെ കുറച്ച് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പോഹ, ചായ, അങ്ങനെ അത്രയും സിമ്പിൾ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ താമസിച്ച ഹോട്ടലാണിത്. ഹോട്ടൽ സഹാറ ഗ്രാൻഡ് ഹിൽസ് എന്നാണ് അതിൻ്റെ പേര്. ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നല്ല പെരുമാറ്റമുള്ള മനുഷ്യരായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം മൊത്തം എനിക്ക് കാശ്മീർ ആ 4 ദിവസം എനിക്ക് അങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ റൂമെല്ലാം അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, വൃത്തി ഉണ്ടായിരുന്നു, കൊള്ളാമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി 2 റൂമായിട്ടാണ് എടുത്തത്. ഇത് ഞാനും ചേട്ടനും കൂടെ ഉപയോഗിച്ച റൂമാണ്. അതിൻ്റെ വ്യൂ എന്ന് പറയത്തക്ക വ്യൂ ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഹീറ്ററൊക്കെ ഉണ്ട്, കണ്ടോ, തണുപ്പ് കൂടുമ്പം ഹീറ്റർ ഇല്ലാതെ പറ്റില്ല. അവിടെ ഒരു വ്യൂ ഇല്ല ഗൈസ്, ഒന്നുമില്ല. കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ കുട്ടികളുടെ റൂം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന പോലെ ഒരു മലയടി വാരത്തിലാണ് ആ റൂം ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അത് കാണാൻ നല്ലതായിരുന്നു, അത് നന്നായിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ നമ്മൾ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം മാത്രമേ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ശങ്കരാചാര്യ ടെമ്പിൾ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആർക്കും വലിയ എനർജി ഒന്നുമില്ല, എല്ലാവരും ടയേർഡാണ്, ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ശങ്കരാചാര്യ ടെമ്പിൾ ഒരു 1000 അടി ഹൈറ്റിൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 1000 അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 240 പരം സ്റ്റെപ്സ് കയറി വേണം നമ്മൾ മുകളിലെത്താനായിട്ട്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നല്ല നട്ടുച്ച നേരമാണ്, ലഞ്ച് കഴിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പടി കയറി എൻ്റെ ഉപ്പാടിളകുന്നാണ് തോന്നുന്നത്. അതിനും മാത്രം സ്റ്റെപ്സ് ഉണ്ട്, അൺലിമിറ്റഡ് സ്റ്റെപ്സ് ആണ്. ഉപ്പാടിളകിയിട്ടിരിക്കുക, ഒരു രക്ഷയില്ല. ടയർഡായി, പകുതി പോലും ആയിട്ടില്ല അല്ലേ ഈശ്വര. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സീരിയസ്ലി ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് തന്നെ 8ന്റെ പണി കിട്ടിയിട്ടാണ് തുടക്കം. ഒറ്റക്കാണ്. ആക്ച്വലി സ്റ്റെപ്സ് എല്ലാം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ തന്നെയുള്ള കയറ്റാണ്. നെല്ലി എത്തിയിരിക്കുകയാണ് ഗൈസ്. കാശ്മീർ നഗരം കാണുന്നുണ്ടോ? വീടുകൾ, ബിൽഡിങ്സ് എല്ലാമാണ് കാണുന്നത്. ഓക്കേ, കഥ ഞാൻ തീർന്നു ഗൈസ്. Oh my God. This is the temple. ശ്രീ ശങ്കരാചാര്യ. കിതപ്പ് കാരണം നിങ്ങൾക്ക് ഞാൻ പറയണ എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ എന്തോ. ഇനിയും പടിക്കെട്ടുകൾ കയറേണ്ടിയിരിക്കുന്നു. നമുക്ക് വഴിപാടുകൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാവുന്ന കൗണ്ടറാണിത്.
അമ്പലത്തിൻ്റെ ടോപ്പിലെത്തിയിട്ട് നമ്മൾ കാണുന്ന വ്യൂ ആണത്. കാണുന്ന എല്ലാം കുനുകുനാങ്ങനെ കാണുന്ന എല്ലാ കെട്ടിടങ്ങളാണ് ഗൈസ്, ബിൽഡിങ്സ്. നമ്മ എന്ത് രസമാണ് അല്ലേ, എത്ര ഹൈറ്റിലായി ബിൽഡിങ് നിൽക്കണേ നോക്കൂ. കുട്ടികളുടെ കളിപ്പാട്ടക്കൊട്ട കമത്തി ചെരിച്ചിട്ട പോലെയുണ്ട് അല്ലേ. കോവിലിന് നമുക്കൊന്ന് വലം വെച്ചിട്ട് വരാം ആദ്യം. ജ്യേഷ്ഠേശ്വര ടെമ്പിൾ എന്നും കൂടെ ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. ശിവനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ വരുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്വയംഭൂ ആണെന്നാണ് പറയുന്നത്. എനിക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ പറയാം, വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം പറ്റുകയാണെങ്കിൽ. അപ്പോൾ അവിടെ തൊഴുതു. ഒരു കുഞ്ഞൊരു സ്പേസാണ്, അതിൻ്റെ അകത്തൊരു ശിവലിംഗം ഇരിപ്പുണ്ട്. ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വയംഭൂവായ ശിവലിംഗത്തിൻ്റെയാണ് പ്രതിഷ്ഠ. അകത്ത് ഞാൻ കണ്ടത് വളരെ ചെറിയൊരു സ്പേസാണ്. അകത്ത് വീഡിയോ എടുക്കുന്നത് അലൗഡല്ല, അത് മര്യാദയുമല്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും അവിടെ കയറി തൊഴുതു. ഹാപ്പി, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, പീസ് ഓഫ് മൈൻഡ്, ഇഷ്ടമായി. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം നമുക്ക്. ഇതൊരു മൂടില്ലാതിരിക്കുന്ന പിള്ളേരെ കണ്ടോ? കുഞ്ഞാറ്റമ്മോള് മാത്രമേ എൻ്റെ കൂടെ വന്നുള്ളൂ. എല്ലാം തൂങ്ങി ഇവിടെ ഇരിക്കുകയായിരുന്നു. കുറി കണ്ടോ ഗൈസ്? ഇത് അതിൻ്റെ അകത്തിരിക്കുന്ന പൂജാരി എനിക്ക് തൊട്ട് തന്നതാണ്. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. ഒരു ചെറിയൊരു കമ്പ് വെച്ചിട്ട് ഇങ്ങനൊരു ഗോപിക്കുറി തൊട്ട് തരുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടുണ്ടല്ലേ, ഇഷ്ടമായി. ഈ ലിപിയിൽ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ്? കണ്ണ് കാണാത്തവർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ്, തൊട്ട് വായിക്കാൻ. ഇതിലെ ഒരു സൈഡ് വഴി കൂടെ പോകുമ്പോൾ നമ്മളൊരു ഗൗരികുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആകാംക്ഷ. അപ്പം ഞാനിതൊന്ന് എന്താന്ന് നോക്കിയിട്ട് വരാം. ഒന്നുമില്ല ഗൈസ്, ഞാനിവിടെ ഒന്നും കാണുന്നില്ല. ഓ, ഇതാണ് സംഭവം. കുറേ ചില്ലറ പൈസയൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് ഗൗരികുണ്ട്. അപ്പോൾ ആ ആകാംക്ഷ തീർന്ന് കിട്ടിയല്ലോ. നമ്മളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട വിട്ട് കളയരുത്. ഇനി ഒരു പക്ഷേ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വരവൊക്കെ ഉണ്ടോയെന്ന് ആര് കണ്ടു? എനിക്ക് നല്ല വീസിങ് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും, മേ ബി. ഇതാ ഈ കയറിയ പടിക്കെട്ട് മുഴുവനും ഇറങ്ങി ഉണ്ടാക്കണം. കയറുന്നത്ര ആയാസമില്ല ഇറങ്ങാൻ, എന്നാലും 143 പടിക്കെട്ടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എഴുതിയ ചെറു കണക്ക് നോക്കിയിട്ട് അത്രയും പടിക്കെട്ടുകൾ കയറി ഇറങ്ങി നമ്മളിപ്പോൾ താഴ്ത്തിരിക്കുകയാണ്. കഴിക്കാം. അന്നദാനം നടക്കുന്നുണ്ട് ഇവിടെ. ചോറും പരിപ്പ് കറിയാണ്. കുറച്ച് കഴിച്ചാലോ?
മതിയോ? കഴിച്ച പാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി, അവർ കഴുകി വയ്ക്കും. അതാണ് സിസ്റ്റം. നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ക്യാബ്. മുഗൾ ഗാർഡനിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുള്ള വ്യൂ ആണ്. ദാൽ ലേക്കിൻ്റെ കരയിലൂടെ ഏതൊക്കെയോ പേരറിയാൻ വയ്യാത്ത നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള മരങ്ങളൊക്കെ വഴിയോരത്ത് നിറയെ നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു ഡ്രീം ലാൻഡിൽ കൂടെ പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ഒരു നേർച്ച ആയിട്ട് പ്രസാദ ഊട്ട് പോലെ അവർ കൊടുക്കുന്ന പച്ചരിച്ചോറും പരിപ്പ് കറിയും കഴിച്ചായിരുന്നു. പക്ഷെ അത് കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. ആ ചോറ് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ്. നല്ല നോൺ വെജ് ഐറ്റംസോടെ കിട്ടുമെന്നാണ് ചങ്ങായി പറഞ്ഞേക്കുന്നത്. മട്ടൺ റോഗൻ ജോഷ് കഴിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. സബർജിൽ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? പേരല്ല, ദിസ് ഇസ് സബർജിൽ. അല്ലടോ, വേറെന്തോ ഒരു ഫ്രൂട്ട്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയാൻ വയ്യ. ഓ മൈ ഗോഡ്, എനിക്ക് പൂവ് നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കണില്ല. എൻ്റെ എന്താ ഭംഗി! കശ്മീർ റോസ്. നമ്മളെ ഗ്രീൻ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഗ്രീൻ ആപ്പിൾ ടിപ്പിക്കൽ കാശ്മീരി ഡിഷസാണ് ഇവിടെ കിട്ടുന്നത്. പേരുകൾ കേട്ട് പക്ഷേ പോലും ഇല്ലാത്ത എന്തെല്ലോ പേരുകളുണ്ട്. കഴിച്ചിട്ടും പറയാം. നമ്മളൊരു വസ്വാൻ താലി പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഐറ്റംസ്. ഞാൻ വായിച്ച് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരിട്ട് വായിക്കുന്നതായിരിക്കും. ചിക്കൻ ബിരിയാണി. സൂപ്പർ. ഇതെന്താ? Sargustava. ഓക്കെ. ये रोगन जोश. ये रिश्ता सर. ये क्या? ये सरगोश्तावा है, दही में बनता है सर. ये रोगन जोश है और ये रिश्ता है सर. कबाब और चिकन है सर. ബിരിയാണി പറഞ്ഞാലോ? ഇതാണ് നമ്മൾ പറഞ്ഞ താലിയിലുള്ള ഐറ്റംസ്. എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു. ഈ റോഗൻ ജോഷ് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ചിക്കൻ ബിരിയാണി.
ആ ഫ്ലേവേഴ്സ് സൂപ്പറാണ്. സുഗന്ധദ്രവ്യങ്ങൾ. ഇതെന്താ സംഭവമാണ് എനിക്കിനി ഇതെന്താ വേണോ ചിക്കൻ ടിക്ക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കണം. ചെറിയ പീസ് മതി കേട്ടോ. മട്ടണാ? അതും മട്ടൺ. അസാധ്യ പുളി. വിനാഗിരിയുടെ ഒക്കെ ഒരു പുളി പോലെ. നാരങ്ങയുള്ളൂ. ആ കോമ്പൗണ്ടിൽ തന്നെ കശ്മീരി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, അതായത് അവരുടെ ഒതൻറ്റിക് ഡ്രസ് മെറ്റീരിയൽസ്, കശ്മീരി ഷാളുകൾ, ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ ജസ്റ്റ് വിളിച്ച് നിർബന്ധിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റിയതാണ്. അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, ചുമ്മാ കണ്ടിട്ടിങ്ങ് പോന്നു. നമുക്കിതൊക്കെ കാണാനൊരു സന്തോഷമാണല്ലോ എപ്പോഴും. തിന്നാനുള്ളതാണ്, താമരവിത്താണത്. ഇത് കുറേ കാണുന്നുണ്ട് ഇവിടെ. ട്രൈ ചെയ്യാം, തിരിച്ചു പോകുമ്പോൾ ട്രൈ ചെയ്യാം. ക്രാഫ്റ്റ് ഭയങ്കര രസമല്ലേ? ഈ ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും, പക്ഷെ ഒടുക്കത്തെ വില പറയുമാര്. തീമായിരുന്നു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആ വൈറ്റ് ഉടുപ്പിട്ട് എടുക്കാനായിട്ട്. നോക്കാം നമുക്ക്. ഉടുപ്പും ഷൂ. വീണ്ടും സ്റ്റെപ്സ്. സംഭവം ഗാർഡനൊക്കെ കാണാൻ നമുക്ക് എപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നല്ല പൊരി വെയിലത്ത് നമുക്കത് ഫുള്ളായിട്ടങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല തോന്നും. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായിരുന്നു, പക്ഷെ വെയിൽ ആറിയൊരു സമയമോ അതിരാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനം എന്താ പറയുക, അതേ ആ ഒരു കംപ്ലീഷൻ അതിന് കിട്ടിയില്ല. വെയിലത്തുനിന്ന് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ആ സമയത്ത് തോന്നിയിരുന്നത്. നോക്ക് എത്ര തരം പനിനീർ പൂക്കളാ, ഇത്ര ഫ്രഷായിട്ട്, ഇത്ര വലിപ്പത്തിൽ, ഇത്ര ഭംഗിയിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ? മലനിരകളുടെ താഴ്വാരത്തിലൊരു ഉദ്യാനം. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, ഇതാണ്, ഇതാണ്. വെറുതെ ഒന്നുമല്ല ഇങ്ങനെ പറയണ കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. പൂക്കളുടെ കൂട്ടത്തിൽ വേറൊരു ഐറ്റം നിൽക്കണ കണ്ടോ? ഇതെന്താ മനസ്സിലായോ? പച്ചമുളകാണിത് സംഭവം. അല്ല, മഞ്ഞമുളക്, ചുവപ്പ് മുളക്. ഇത് ഭംഗിയായി കാണാം അല്ലേ?
ആ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സസ് ആക്ച്വലി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള സംഭവമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിപ്പിക്കൽ കാശ്മീരി പെൺകുട്ടിയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ആക്സസറീസും അവരുടെ സംഭവങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അത് ആക്ച്വലി കുറേ കാലത്ത് എൻ്റെ ഒരു മോഹമായിരുന്നു. എത്രയോ ഫോട്ടോസിൽ അങ്ങനെ കണ്ടിട്ട് കൊതിച്ചിരിക്കുന്നുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് കണ്ടപ്പോൾ വിട്ടില്ല. പിന്നീടും പല സ്ഥലത്തും കണ്ടെങ്കിലും അവിടെ വെച്ച് അത് കണ്ട പാടെ തന്നെ ചാടിക്കയറി ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തു. ഹാപ്പിയായി, സത്യം പറയാലോ. സൺഗ്ലാസ് വെച്ച് നടന്നിട്ട് സത്യം പറഞ്ഞാൽ പൂവുകളുടെ ഒന്നും ഒറിജിനൽ കളറ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ ഏതോ കളറിലാണ് കാണുന്നത്, പക്ഷെ ഇത് അഴിക്കാനും വയ്യ, അത്ര വെയിലാണ്. ഒരു വെയിലത്ത് വെള്ളത്തിൽ കിടന്ന് അർമാദിക്കണ പിള്ളേരെ കണ്ടോ? സത്യം പറഞ്ഞ കുഞ്ഞാറ്റമ്മൾക്ക് ഇത് കണ്ടപ്പോൾ ചെറിയൊരു ആക്രാന്തം തോന്നിയായിരുന്നു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടല്ല, അല്ലെങ്കിൽ അവളപ്പം ചടിയാണ്. ഇത്രയൊക്കെയാണ് ഈ ഗാർഡൻ്റെ കാഴ്ചകൾ. ഇതിൽ കൂടുതലൊന്നും ഇവിടെ ഒന്നും കാണാനില്ല. ഇതിപ്പോൾ ഒരു വെയിലത്ത് നടന്ന് മടുത്ത്. സോ നമ്മളിവിടെ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികളെ ഗാർഡൻ കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നതാണിത് കാണുന്നത്. കൊള്ളാല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഷാലിമാർ ഗാർഡൻ, മുഗൾ ഗാർഡൻ ഷാലിമാർ, അങ്ങനെയാണ്. മുഗൾ ഗാർഡൻ ഷാലിമാർ അവിടെയാണ് അടുത്തത്. വീണ്ടും അതേ പാറ്റേണിൽ മറ്റൊരു ഗാർഡൻ തോന്നുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞൊരു ബിൽഡിംഗ് ആണ് ഞാൻ കാണുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പണി നടക്കുന്നതാണോ, റെനോവേഷനാണോ, അതോ പാതി തകർന്നു നിൽക്കുന്നതാണോ എന്തോ. ഫൈനലി രാത്രി ഇപ്പം നല്ല തണുപ്പുണ്ട്. അത്ര തണുപ്പൊന്നുമില്ല, ഒത്തിരി. എനിക്ക് നല്ല തണുപ്പുണ്ട്, കാരണം ഞാൻ തണുപ്പ് സഹിക്കുന്ന കാര്യത്തിൽ വളരെ വീക്കാണ്. നല്ല ഉറക്കമായിരുന്നു റൂമിലെത്തിയിട്ട്, ടയേർഡായിപ്പോയി. ഇപ്പം നമ്മൾ
ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. തുറക്കാം. ദിസ് ഇസ് ചിക്കൻ റോഗൻ ജോഷ്, ഹൽവ, ഓക്കെ, പാലക് പനീർ, बैगन मसाला, मिक्स दाल, राइस, salad and soup. സാലഡ്, ഇതിൽ റൊട്ടിയാണ് വരാനുള്ളത്, അത് വരും. ഞാനൊരു ഹോട്ട് ആൻഡ് സോർ സൂപ്പും റൈസും പിന്നെ എല്ലാം എടുത്തിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും പോയി കിടന്നൊന്ന് ഉറങ്ങണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്.